ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എൻ്റെ തമ്പനയിൽ കണ്ടിട്ടല്ലേ എൻ്റെ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത്? അതെ, ഇത് നിങ്ങൾ അന്വേഷിച്ച വീഡിയോ തന്നെയാണ്. ഈ 1K അവനൊക്കെ നല്ല കഷ്ടപ്പാടേക്കാറാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നേ അറിയില്ല. ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഫാമിലിക്ക് ഷെയർ ചെയ്യും, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും, പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ കമൻസിൽ പോയിട്ട് ഓരോരുത്തരുടെ സബ് ചോദിക്കും, അങ്ങനെ സബ് ടു സബ് ചെയ്യും. അങ്ങനെ 1K ആവാൻ നല്ല കഷ്ടപ്പാടായിരുന്നു. പിന്നല്ലേ ഈ ഒരു ട്രിക്ക് മനസ്സിലായത്. ഇത് യൂട്യൂബിൽ മറ്റേത് പ്ലാറ്റ്ഫോമിലൂടെ കിട്ടുന്ന ഒരു സബ്ബല്ല, മറിച്ച് ഓർഗാനിക്കായിട്ട് കിട്ടുന്ന നമ്മുടെ വീഡിയോ കണ്ട് ആൾക്കാർ സബ് ചെയ്യുന്ന സബ്ബാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാകും. മെയ് മാസത്തിൽ എനിക്ക് കിട്ടിയത് 13,000+ സബ്സ്ക്രൈബേഴ്സാണ്. അതായത് ഡെയിലി എനിക്ക് 1000+ സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്നുണ്ട്. അതെങ്ങനെ? ഞാനിടുന്ന ഷോർട്ട് വീഡിയോ വഴിയാണ് എനിക്ക് കിട്ടുന്നത്. അതും ഷോർട്ട് വീഡിയോ, ഓരോ വീഡിയോയും 10 സെക്കൻഡിന് താഴെയുള്ള വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ വേഗം പോയി ചെക്ക് ചെയ്ത് നോക്കിക്കോളും എൻ്റെ ഈ ഷോർട്ട് വീഡിയോസ് എങ്ങനത്തെ ഷോർട്ട് വീഡിയോസാണ്. ഇപ്പോൾ കണ്ടില്ലേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഷോർട്ട് വീഡിയോസ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇതുപോലത്തെ വീഡിയോസ് ഇട്ടാൽ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഷോർട്ട് വീഡിയോക്ക് വ്യൂസ് കിട്ടുന്നു, സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നു എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പറഞ്ഞു തരാം. അതായത് വീഡിയോ വൈറലാകാൻ വേണ്ടി നമ്മൾ വീഡിയോ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം പോരാ, അതിന് കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ആദ്യമായി വേണ്ടത് ഉയർന്ന നിലവാരമുള്ള ഉള്ളടക്കമാണ്. അതായത് നിങ്ങളുടെ പ്രേക്ഷകരെ ആകർഷിക്കുന്നതും വിജ്ഞാനപ്രദവുമായ വിനോദപ്രദമായിട്ടുള്ള വീഡിയോകൾ തിരഞ്ഞെടുക്കുക. അതായത് യൂട്യൂബിൽ വീഡിയോ ഇടണ്ടേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാം. എനിക്കിപ്പോൾ സമയമില്ലെന്ന് എഡിറ്റ് ചെയ്യാൻ അങ്ങനെ വിചാരിച്ചിട്ട് എന്തെങ്കിലും വീഡിയോ തട്ടിക്കൂട്ടി ഇടാതെ മറ്റുള്ളവർക്ക്, കാണുന്നവർക്ക് അത് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ തിരഞ്ഞെടുക്കുക. അത് ഏത് കാറ്റഗറി ആയാലും. പിന്നെ സ്ഥിരമായി ചെയ്യുക. ഒരു സ്ഥിരത വേണം. അതായത് ഇപ്പം നമ്മൾ വീഡിയോ ഇടുന്നതിൻ്റെ മുന്നേ നമ്മൾ തീരുമാനിക്കും, ഡെയിലി ഞാൻ വീഡിയോ ഇടും, ഓരോ വീഡിയോ ഇടും, 2 വീഡിയോ ഇടും എന്നൊക്കെ. പിന്നെ എവിടെ, അയ്യോ ടൈം കിട്ടിയില്ല പറഞ്ഞിട്ട് നമ്മൾ അത് മാറ്റി വെക്കും, അല്ലെങ്കിൽ ആ ഒരു ടൈമിലില്ലാതെ വേറെ ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ രാത്രിയാണ് വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് എന്നുണ്ടെങ്കിൽ നാളെ രാവിലേക്കുള്ള വീഡിയോ, അതായത് നാളെ ഉച്ചക്ക് 2 മണിക്കുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഷെഡ്യൂൾഡാക്കി വെക്കുക, അപ്ലോഡ് ചെയ്ത് ഷെഡ്യൂൾഡാക്കി വെക്കുക. അപ്പോൾ നമുക്ക് അല്ലാതെ പ്രൈവറ്റ് ആക്കരുത്. ഷെഡ്യൂൾഡാക്കി വെച്ച് നമുക്ക് ആ ഒരു ടൈമിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡാകും. അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് ടൈമിലാണ് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടുക, അപ്പോൾ ആ നമ്മൾ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുന്ന ടൈമിലേക്ക് നമ്മളത് ഷെഡ്യൂൾഡാക്കി വെക്കുക. ഈ ഷെഡ്യൂൾഡ് ഇന്നേക്ക് മാത്രമല്ല, നാളേക്കും മറ്റന്നാളത്തേക്കും ഒക്കെ നമുക്കിത് ഷെഡ്യൂൾഡാക്കി വെക്കാം. പിന്നെ അതിന് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടാഗുകൾ, ഡിസ്ക്രിപ്ഷൻസ്, ടൈറ്റിൽസ് എന്നിവയെല്ലാം കൊടുക്കുക. അതായത് നമുക്കിപ്പോൾ എങ്ങനത്തെ വീഡിയോസാണ് വൈറലാകുക എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാറ്റഗറിയിൽ വീഡിയോ ഇടുന്ന കുറച്ച് അത്യാവശ്യം വൈറലാകുന്ന വീഡിയോകൾ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ടാഗ്സ്, ഡിസ്ക്രിപ്ഷൻസ്, ടൈറ്റിൽസ് എങ്ങനെയൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ അതൊക്കെ മോഡൽ നമ്മൾ കൊടുക്കുക. ഞാനിതുപോലത്തെ വീഡിയോസ് ചെയ്യാറില്ല, അപ്പോൾ പറയുന്നതിൽ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളത് ക്ഷമിക്കുക. ആദ്യമായിട്ടാണ് ഇതുപോലുള്ള വോയിസ് റെക്കോർഡ് ചെയ്ത് ഇങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യുന്നത്. അത് മറ്റുള്ളവർക്ക്, നിങ്ങൾക്കും ഇതുപോലെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. പിന്നെ വേണ്ടത് പ്രേക്ഷകരുമായി ഇടപഴകുക. അതായത് നമ്മൾ ഇടയ്ക്കൊക്കെ ലൈവ് പോവുക, കമൻ്റൊക്കെ വരുമ്പോൾ നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പോസ്റ്റുകൾ ഇടുക, കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടൊക്കെ നമ്മൾ പോകുക. അടുത്തത് നമ്മുടെ ചാനൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. അതായത് നമ്മുടെ വീഡിയോസ് മറ്റുള്ള സോഷ്യൽ മീഡിയയിലോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ വീഡിയോകൾ പങ്കിടുക. നമുക്ക് ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ സ്റ്റോറി ആയിട്ട് കൊടുക്കാം, ലിങ്കൊക്കെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് പോസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടുമ്പോൾ ഇതുപോലത്തെ വീഡിയോ അതിൻ്റെ
ചെറിയ ഷോർട്ടാക്കി ഇട്ട് കൊടുക്കാം. ലോങ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഉണ്ട് നിങ്ങൾ കയറി കാണുന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചാനലിൻ്റെ നെയിമൊക്കെ ആയിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിൽ നമുക്ക് അതിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യാം, പോസ്റ്റായിട്ട് കൊടുക്കാം. അങ്ങനെ പല പ്ലാറ്റ്ഫോമിലായിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ എല്ലാം പ്രകടനം വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് അനലറ്റിക്സ് നമുക്ക് നോക്കാവുന്നതാണ്. YT സ്റ്റുഡിയോയിൽ എല്ലാം നമുക്ക് കാണാം, ഏതൊക്കെ വഴിയിലൂടെയാണ് നമുക്ക് വ്യൂവേഴ്സിനെ ഓർ ഇനി അടുത്ത പാർട്ട് 2 വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ കാണുക.